AISF സംസ്ഥാന പ്രസിഡന്റ് കൃഷ്ണപ്രസാദിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം. AIYF, AISF കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി ചന്തമുക്കിൽ സമാപിച്ചു. പ്രതിഷേധ പ്രകടനത്തിനിടെ രോഷാകുലരായ പ്രവർത്തകർ കോൺഗ്രസിന്റെ നിരവധി ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു. തുടർന്ന് നടന്ന യോഗം AIYF മുൻ ജില്ലാ പ്രസിഡന്റ് P. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ പ്രസിഡന്റും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞ കൊല്ലത്തെ പ്രസ് ക്ലബിൽ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം AIYFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തലയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ കേരളത്തിൽ അറിയപ്പെടുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുന്ന, കേരളത്തിലെ കരുത്തുറ്റ വിപ്ലവ പ്രസ്ഥാനമായ AIYFന്റെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിനെ വടികൊണ്ട് തെരുവിൽ തല്ലുന്നത് ഈ കേരളം മുഴുവൻ, കേരളത്തിലെ പ്രബുദ്ധ ജനം മുഴുവൻ കണ്ടുകൊണ്ടിരുന്നതാണ്. മാത്രമല്ല, പ്രകടനത്തിൽ സമാധാനപരമായി പങ്കെടുത്ത ബിന്ദു രാജ് എന്ന ഒരു വനിതാ സഖാവിനെ തൊഴുകൈയോട് നിന്നിട്ട് പോലും യൂത്ത് കോൺഗ്രസിന്റെ പരമനാറി, സ്വന്തം തന്തയെ വരെ തല്ലുന്ന നാറി, അവൻ ആ പാവപ്പെട്ട പെൺകുട്ടിയെ തല്ലുന്നത് കണ്ടു. കൈകോപ്പി നിന്ന പെൺകുട്ടിയെ, എടാ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചവനെ ഇന്ന് AIYF നേതൃത്വത്തിൽ വെട്ടിയിട്ടുണ്ട്, തർക്കമില്ല. അതാണ് AIYFന്റെ ചരിത്രം. T. കുര്യാക്കോസ് എന്ന പരമനാറി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വഴിയിലിറങ്ങി സഞ്ചരിച്ചാൽ AIYF കൈകാര്യം ചെയ്യും, ഒരു തർക്കവുമില്ല. കൊടിക്കുന്നിൽ സുരേഷ് എന്നൊരു കേന്ദ്രമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പം മെസ്സേജ് അയച്ച് സരിതയ്ക്ക് കളിക്കുക. എന്താ മെസ്സേജ് ഇപ്പൊ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ? മെസ്സേജ് സരിതയുടെ പല ഭാഗങ്ങളും മൃദുലമാണ് പോലും. അയ്യോ, ഞങ്ങൾക്കറിയില്ല. കൊടിക്കുന്നിൽ സുരേഷ് അങ്ങനെ ഒരുപാട് പേരുടെ ശരീരം തൊട്ട് അതിന്റെ മൃദുല ഭാഗങ്ങൾ സ്ഥിരമായി പരിശോധിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സാലു മേനോന്റെ പരിശോധിക്കുന്നുണ്ട്, സരിതാ നായരുടെ പരിശോധിക്കുന്നുണ്ട്, അങ്ങനെ പലരുടെയും പരിശോധിക്കുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDFന്റെ നേതൃത്വത്തിൽ 16-ന് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തുമെന്ന് സുനിൽകുമാർ പറഞ്ഞു. AIYF കൊട്ടാരക്കര മണ്ഡലം പ്രസിഡന്റ് പ്രിൻസ് കായില അധ്യക്ഷനായി. പ്രവർത്തകരായ S. വിനോദ് കുമാർ, പ്രദീപ് M, അജീഷ് T, നന്ദുരാജ്, അരവിന്ദാർ, വിഷ്ണുചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.